കൊല്ലം ഇടമുളയ്ക്കൽ സഹകരണ ബാങ്ക് ക്രമക്കേടിൽ കേസ് രജിസ്റ്റർ ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഹൈക്കോടതിയുടെ ഉത്തരവ്. അന്വേഷണ പുരോഗതി റിപ്പോർട്ട് നൽകണമെന്നും ഇഡിയോട് കോടതി നിർദ്ദേശിച്ചു. പ്രതികളെ അറസ്റ്റ് ചെയ്തോ എന്നുൾപ്പെടെയുള്ള വിവരങ്ങൾ അറിയിക്കാൻ സംസ്ഥാന സർക്കാരിനും കോടതി നിർദ്ദേശം നൽകി. നിക്ഷേപം തിരികെ ആവശ്യപ്പെട്ട് കൊല്ലം ഇടമുളയ്ക്കൽ സഹകരണ ബാങ്കിലെ നിക്ഷേപകൻ നൽകിയ ഹർജിയിലാണ് ജസ്റ്റിസുമാരായ അമിത് റാവൽ, KV ജയകുമാർ എന്നിവരുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. ക്രമക്കേടിൽ കേസെടുത്ത് ECIR രജിസ്റ്റർ ചെയ്യാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഹൈക്കോടതി നിർദ്ദേശം നൽകി. പണം വിദേശത്തേക്ക് കടത്തിയിട്ടുണ്ടോ എന്നതിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിയമപ്രകാരം അന്വേഷണം ആവശ്യമുണ്ടെന്ന് വിലയിരുത്തിയാണ് കോടതി നടപടി. അടുത്ത തവണ ഹർജി പരിഗണിക്കുമ്പോൾ അന്വേഷണ പുരോഗതി വ്യക്തമാക്കുന്ന നടപടി റിപ്പോർട്ട് ED സമർപ്പിക്കണം. പ്രതികളെ അറസ്റ്റ് ചെയ്തോ എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങൾ അറിയിക്കാൻ സംസ്ഥാന സർക്കാരിനും നിർദ്ദേശമുണ്ട്. പ്രതികളുടെ സ്വത്ത് വിവരങ്ങളും സർക്കാർ അറിയിക്കണം. പ്രതികളുടെ സ്വത്തുക്കൾ ക്രയവിക്രയം ചെയ്യരുതെന്നും ഹൈക്കോടതി നിർദ്ദേശം നൽകി. ബാങ്കിൽ നടന്ന ക്രമക്കേടുമായി ബന്ധപ്പെട്ട് FIR രജിസ്റ്റർ ചെയ്തെന്ന് ഇന്നലെ സർക്കാർ അറിയിച്ചിരുന്നു. എന്നാൽ എത്ര കേസുകൾ എടുത്തു എന്നത് സർക്കാർ അറിയിച്ചിട്ടില്ല. ഇതോടെ ഇന്ന് രാവിലെ രൂക്ഷ വിമർശനമാണ് സർക്കാരിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. ക്രമക്കേട് നടത്തിയവരെ സംരക്ഷിക്കാൻ ശ്രമം നടത്തുന്നു എന്ന് സംശയിക്കുന്നതായും കൃത്യമായ വിവരം നൽകിയില്ലെങ്കിൽ സർക്കാരിനെതിരെ കടുത്ത നടപടി സ്വീകരിക്കുമെന്നും ഹൈക്കോടതി മുന്നറിയിപ്പ് നൽകിയിരുന്നു. ജനം, കൊച്ചി.